മുടിയില്ലാതിരുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഒരുപാട് റിസൾട്ട് തന്നിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നാടൻ ഹെയർ പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോണത്. നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും തലയിലെ ചൊറിച്ചൽ മാറാനും മുടി നന്നായിട്ട് വളരാനും മുടിക്ക് ഉള്ളുകൂടാനും മുടിയിലെ ഡ്രൈനെസ് സ്പ്ലിറ്റൻസ് എന്നിങ്ങനെ തുടങ്ങി മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറി മുടി അടിപൊളിയായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന വളരെ വളരെ സിമ്പിളായിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ കെയർ റൊട്ടീൻ തന്നെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ആഴ്ചയിൽ ഒരു വട്ടം മാത്രം ഇന്ന് ഞാൻ കാണിക്കുന്ന ഇതേ രീതിയിൽ നിങ്ങൾ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം വെച്ച് ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി നന്നായിട്ടെന്ന് വെച്ചാൽ നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ കെയർ ആണ്. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, എനിക്ക് 10 ദിവസമായിട്ട് പനിയും ജലദോഷമൊക്കെ ആയിരുന്നു, ഇപ്പോഴും ശരിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ തലയിൽ എണ്ണ തേക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തലനീരിറക്കം വരാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്ലൈമറ്റിൽ എല്ലാവർക്കും ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. കാരണം വെയിലും മഴയൊക്കെ മാറി മാറി വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലുള്ള ഹെയർ ഓയിലിംഗ് നമുക്ക് ഒരുപാട് നല്ലതായിരിക്കും കേട്ടോ. നമ്മുടെ തലനീരിറക്കം ഉണ്ടെങ്കിൽ നമ്മുടെ തലയിൽ നീരിനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ എഫക്റ്റീവ് ആയിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരൊക്കെ, എന്തിന് ഞാൻ വരെ എൻ്റെ മോന് എണ്ണ തേച്ച് കൊടുക്കുന്ന പ്രായത്തിൽ ഇങ്ങനെ ചെയ്തിട്ടാണ് അവൻ എണ്ണ ഇട്ട് കൊടുക്കാറ്, നെറുകത്ത് നീരിറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കുരുമുളകും ജീരകവും നമ്മുടെ എണ്ണയിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഈ എണ്ണ വെള്ളത്തിലോട്ട് ഇറക്കി വെച്ച് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു 7 മിനിറ്റൊക്കെ നന്നായിട്ട് ഇത് ചൂടാക്കി എടുക്കുക. വെള്ളം തിളയ്ക്കും തോറും അതിൽ കിടന്ന് നമ്മുടെ എണ്ണയും നന്നായിട്ട് ചൂടായി വരും. അതേപോലെ തന്നെ നമ്മുടെ കുരുമുളകിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മുടെ എണ്ണയിലോട്ട് ഇറങ്ങിയിട്ടും ഉണ്ടാവും. എന്ന് വെച്ച് നല്ലപോലെ നീറും ഇല്ല കേട്ടോ, അതൊന്നും നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ ആവരുത്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം നന്നായിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതെടുത്ത് നമ്മൾ പുറത്ത് വയ്ക്കുക. ഇളം ചൂടാവുന്ന സമയത്ത് ഈ ഒരു ഇളം ചൂട് കൊടുക്കുന്ന തന്നെ, ഒരുപാട് ചൂടല്ല, ഇളം ചൂട് കൊടുക്കുന്ന തന്നെ ഈ ഒരു ഹെയർ ഓയിൽ ആദ്യം നമ്മുടെ ഉച്ചിയിൽ വെക്കുക. നമ്മുടെ നെറുകത്ത് കുറച്ച് എണ്ണയെടുത്ത് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. അതാണ് പ്രഷർ പോയിന്റ്, നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഷർ പോയിൻ്റാണത്. അപ്പോൾ ഉച്ചിയിൽ നെറുകത്ത് എണ്ണ വെച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഹെയർ ഓയിൽ വകച്ചെല്ലെടുത്ത് നമ്മുടെ മുടിയിൽ ഫുള്ളായിട്ടും തലയുടെ ഓട്ടിലും മുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ചെറു ചൂടുള്ള എണ്ണ നമ്മുടെ തലയോട്ടിയിലേക്ക് തട്ടുന്ന സമയത്ത് നമ്മുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള പോഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ മുടിവേര്, അതൊക്കെ നന്നായിട്ട് ഓപ്പൺ ആവും. അതുവഴി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ ഹെയർ ഓയിൽ നമ്മുടെ മുടിവേരിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഇറങ്ങിച്ചെന്ന് നമ്മുടെ മുടിവേരിനെ നന്നായിട്ട് സ്ട്രോങ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മുടെ മുടിവേര് സ്ട്രോങ് ആണെങ്കിൽ തന്നെ പിന്നെ നമുക്ക് മുടി കൊഴിച്ചൽ നല്ലൊരു പ്രശ്നമേ അവിടെ വരുന്നില്ല. പക്ഷേ നിങ്ങൾ ഇതെല്ലാം ദിവസവും ചെയ്യരുത്, ആഴ്ചയിൽ ഒരു തവണ മാത്രം നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഹെയർ ഓയിൽ തന്നെ എടുക്കാം, ഈ വെളിച്ചെണ്ണ തന്നെ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഹെയർ ഓയിൽ വെച്ചും ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ മുടിയിലും തലയുടെ ഓട്ടിലൊക്കെ നന്നായിട്ട് എണ്ണ തേച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു മസാജും കൂടെ നമ്മുടെ തലയോട്ടിക്ക് കൊടുക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും പറയുന്ന ഒരു പരാതിയാണ്, ഹെയർ ഓയിൽ ഇട്ട് മസാജ് ചെയ്യുന്ന സമയത്ത് സാധാരണ രീതിയിൽ നിന്നും ഒരുപാട് മുടി കൊഴിച്ചിൽ കൂടുതലാവുന്നു എന്നുള്ളത്, സാധാരണ രീതിയിൽ നിന്നും ഒരുപാട് മുടികൾ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളത്. അതിന് കാരണം ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓൾറെഡി പല കാരണങ്ങൾ കൊണ്ടും കൊഴിഞ്ഞു പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്ന നമ്മുടെ മുടിവേര് ഇളകി നിൽക്കുന്ന മുടിയായിരിക്കും. അത് നമ്മൾ ഈ ഒരു ഹോട്ട് ഓയിലോ ഈ ഒരു ചൂടുള്ള എണ്ണ നമ്മുടെ തലയോട്ടി അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്രഷർ കൊടുത്ത് മസാജ് ചെയ്യുന്ന സമയത്ത് ആ ഇളകി നിൽക്കുന്ന മുടി പറഞ്ഞു പോണതാണ്. ഓൾറെഡി ഇളകി നിൽക്കുന്ന ഒരു സാധനം നമ്മളൊന്നും ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ താഴെ വീഴില്ലേ, ആ ഒരു സംഭവമാണ് ഇവിടെയും നടക്കുന്നത്. അപ്പോൾ കൊഴിഞ്ഞു പോണ മുടിയെ ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട. കൊഴിഞ്ഞു പോണത് നല്ലതാണ്, ഓൾറെഡി ഇളകി നിൽക്കുന്ന സാധനം പെട്ടെന്ന് പറഞ്ഞു പോണത് നല്ലതാണ്. അത് അവിടെ നിന്ന് നമുക്ക് കൂടുതൽ ദോഷം ഉണ്ടാക്കുള്ളൂ. അപ്പോൾ കൊഴിഞ്ഞു പൊയ്ക്കോട്ടെ, ആ കേടായിട്ടുള്ള മുടി കൊഴിഞ്ഞു പോയാലാണ് ആ ഭാഗത്ത് ഹെൽത്തി ആയിട്ടുള്ളൊരു പുതിയ ഹെയർ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഈ മുടി കൊഴിയണു എന്നുള്ളൊരു പ്രശ്നം നിങ്ങൾ മനസ്സിൽ വെക്കേ വേണ്ട. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള മുടികൾ തിരിച്ച് വളർത്തിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു എന്ന് വിചാരിക്കണു. അപ്പം ഞാൻ നല്ല രീതിക്ക്
ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് മുടി കെട്ടി വെക്കുന്നുണ്ട്. ഇനി എൻ്റെ ആ ഫേവറേറ്റ് ആയിട്ടുള്ള എനിക്ക് ഒരുപാട് റിസൾട്ട് തന്നിട്ടുള്ള ആ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് വേണ്ടത് തേയിലപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. തേയിലപ്പൊടി നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് വെച്ചാൽ വളരെ നല്ലതാണ്. നമ്മുടെ തലയോട്ടിയിൽ കുനുകുനാന്നുള്ള കുഞ്ഞു കുഞ്ഞു മുടികൾ കിളിർത്ത് വളരാൻ വേണ്ടിയിട്ടും മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ടൊക്കെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ ഇനി ഞാൻ അടുത്തതായിട്ട് എടുക്കുന്നത് നമ്മുടെ ഉലുവയാണ്. 1 ടേബിൾ സ്പൂൺ നിറച്ചും ഉലുവ ഞാൻ എടുക്കുന്നുണ്ട്. ഉലുവയുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഉലുവയും എനിക്ക് ഒരുപാട് റിസൾട്ട് തന്നിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും ഒരേപോലെ റിസൾട്ട് തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഉലുവ. അതിലുപരി നമ്മുടെ തലയിലെ താരനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഉലുവ നല്ലതാണ് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നിറച്ചും ഉലുവ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കറിവേപ്പിലയാണ്. ഒരു 3-4 തണ്ട് കറിവേപ്പിലയും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും ഈ പറഞ്ഞതുപോലെ മുടി നന്നായിട്ടെന്ന് വെച്ചാൽ നന്നായിട്ട് വളരാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ കറിവേപ്പില 3-4 തണ്ട് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ ഞാൻ വെട്ടി തിളപ്പിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് നേരമെങ്കിലും നമ്മൾ നല്ലതുപോലെ വെട്ടി തിളപ്പിക്കുമ്പോഴാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങളെല്ലാം നമ്മുടെ വെള്ളത്തിലോട്ട് ഇറങ്ങുള്ളൂ. അപ്പോൾ നല്ല രീതിക്ക് വെട്ടി തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ അരിച്ചെടുത്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് ചെമ്പരത്തിയാണ്. ചെമ്പരത്തി പൂവും ഇലയും ഒക്കെ എടുക്കാം. ഞാൻ പൂ കൂടുതൽ എടുക്കുമ്പോഴേ എല്ലാവർക്കും സംശയമാണ് ഇല നല്ലതല്ലേ എന്നുള്ളത്. എൻ്റെ കയ്യിൽ പൂ ഉള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതലും പൂ എടുക്കണത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇല മാത്രമാണ് എടുക്കണത്. ഇലയും പൂവും നല്ലതാണ്. നമ്മുടെ കയ്യിലുള്ളത് ഏതാണോ അതെടുക്കാം. അപ്പോൾ നമ്മുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചെമ്പരത്തിയുടെ ഇലകൾ നമുക്ക് എടുക്കാം. ചെമ്പരത്തി മുടി നന്നായിട്ട് വളരാനും മുടിയുടെ ഡ്രൈനസ്, സ്പ്ലിറ്റൻസ്, മുടി പൊട്ടിപ്പോവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കി മുടിയെ നല്ലതുപോലെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കി മാറ്റാനൊക്കെ ഒരുപാട് നല്ലതാണ്. മുടി നന്നായിട്ട് വളരാനും. ചെമ്പരത്തിയുടെ ഇല എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൂത്ത ഇല നിങ്ങൾ എടുക്കരുത്. തളിരില, ഇപ്പം പുതുതായിട്ട് കിളിർത്ത് വരുന്ന ഇലകളുണ്ടല്ലോ, അതാണ് നമ്മൾ ഈ ഒരു ഹെയർ പാക്കിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് കേട്ടോ. നിങ്ങൾ ഒരുപാട് മൂത്ത ഇല എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോഴൊന്നും ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ പിഞ്ചായിട്ടുള്ള കിളിർത്ത് വരുന്ന തളിരില എടുക്കാം. ഇനി ഇതെല്ലാം നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ഒഴിക്കുന്നതിന് പകരം നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ തേയില വെള്ളം ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. നിങ്ങൾ ആദ്യമേ തന്നെ ഒരുപാട് തേയില വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണ്ട. കാരണം നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് അരച്ച് കഴിഞ്ഞാൽ ഫൈൻ പേസ്റ്റ് മാതിരി കിട്ടില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് തേയില വെള്ളം ഒഴിച്ച് നന്നായിട്ട് കട്ടയ്ക്ക് ഇത് അരച്ചെടുത്ത് നല്ലൊരു പേസ്റ്റ് മാതിരി നന്നായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നല്ലൊരു തിക്കാണ് നമ്മുടെ ഹെയർ പാക്ക്. പക്ഷെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലയുടെ ഓട്ടിലൊന്നും പിടിക്കില്ല. അതുകൊണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തേയില വെള്ളം ബാലൻസ് ഉണ്ടല്ലോ അത് വീണ്ടും ഈ ഒരു ഹെയർ പാക്കിൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ച് നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതേമാതിരി പേസ്റ്റ് മാതിരി കിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ അരച്ചെടുത്ത് വീണ്ടും തേയില വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറയണത് കേട്ടോ. അപ്പോൾ ഒരു നാടൻ ഹെയർ പാക്ക് നമുക്ക് ഒരുപാട് റിസൾട്ട് തരുന്ന, നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ പാക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഹെയർ പാക്ക് ഉണ്ടാക്കി ഞാൻ അവിടെ വെച്ച് എൻ്റെ സ്റ്റാൻഡ് ഒന്ന് കൊണ്ട് ഉള്ളിലേക്ക് വെക്കാൻ വേണ്ടി പോയ സമയം എൻ്റെ കുറുമ്പൻ ഉണ്ടല്ലോ, എൻ്റെ കുറുമ്പി, അവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ തേയില വെള്ളം ബാലൻസ് ഗ്ലാസ്സിലുണ്ടായിരുന്നു. അതെടുത്ത് ഞാൻ ഒഴിക്കുന്നത് കണ്ടപ്പോൾ അവനും അതേപോലെ ആ പാക്കിൽ ഫുള്ളായിട്ട് ഒഴിച്ച് വിട്ടു കേട്ടോ. എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പാക്ക് ഫുള്ളായിട്ട് വെള്ളം മാതിരി തന്നെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വീണ്ടും ചെമ്പരത്തി വലിച്ചിട്ട് അരച്ചെടുക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു വെള്ളത്തോടു കൂടി തന്നെ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളം മാതിരി ഇരിക്കണത്. അപ്പോൾ നമ്മുടെ തലയുടെ ഓട്ടിലും മുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഓയിൽ ഇട്ട് നമ്മൾ അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് മാത്രം നമ്മുടെ മുടിയിൽ വെച്ചിരുന്നാൽ മതി. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഹെയർ ഷാമ്പൂ ഉണ്ടല്ലോ അത് വെച്ച് നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. അപ്പോൾ ഇപ്പോഴും എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ചേച്ചി ഏത് ഷാമ്പൂ ആണ് യൂസ് ചെയ്യണത് എന്നുള്ളത്. ഞാൻ യൂസ് ചെയ്യണത് ഈ ഒരു ട്രെതയുടെ ഷാമ്പൂ ആണ് കേട്ടോ. ഇത് നമുക്ക് എല്ലാ ഹെയർ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ നിന്ന് ഇത് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഹെയർ പാക്കൊക്കെ ഇട്ട് ഹെയർ ഓയിലൊക്കെ ഇട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമ്മുടെ മുടി ടോട്ടലി മാറും കേട്ടോ. നമ്മുടെ മുടി നല്ലതുപോലെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് മാറും. നമ്മുടെ മുടിയിലെ ഡ്രൈനസ്, സ്പ്ലിറ്റൻസ്, മുടി ചീവുന്ന സമയത്ത് കട്ടായി താഴെ വീഴുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും
ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് ഈ ഒരു രീതിയിൽ ഹെയർ ഓയിൽ ഇട്ട് ഹെയർ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നാലാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കറിയില്ല, നിങ്ങളിത് ഉപയോഗിച്ച് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്കും കറക്റ്റായിട്ട് മനസ്സിലാവുക. അപ്പോൾ ആഴ്ചയിൽ ഒരു വട്ടം മാത്രം ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തു വന്നിരുന്നാൽ മതി. അപ്പം ഞാൻ ഷെയർ ചെയ്ത ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ആയിട്ട് ചോദിക്കൂ, തീർച്ചയായിട്ടും അതിനുള്ള റിപ്ലൈ ഞാൻ തന്നിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ. ഇതേപോലെ മറ്റൊരു എഫക്റ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ഫ്രം രമ്യ.